ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് കിച്ചൺ. ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ചക്കക്കുരു വടയാണ് ഇന്നത്തെ റെസിപ്പി. ചക്കക്കുരുവിന് ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇനി ചക്കക്കുരു കിട്ടുവാണെങ്കിൽ വെറുതെ കളയല്ലേ, ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് നമ്മുടെ ഈ ചക്കക്കുരു വട. ചക്കക്കുരു വടയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. നമ്മുടെ ചക്കക്കുരു വട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാൻ ഇടയ്ക്ക് ടിപ്സൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഈ വീഡിയോ മിസ്സാക്കാതെ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരു, പുഴുങ്ങിയ ചക്കക്കുരു ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. സവാള മീഡിയം സൈസുള്ള 2 എണ്ണം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് 3 എണ്ണം ചെറുതായി കട്ട് ചെയ്തത്. മല്ലിയില 1/4 കപ്പ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഗരം മസാല 3/4 ടീസ്പൂൺ. അരിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ. വട ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ഈ പുഴുങ്ങിയ ചക്കക്കുരുവിനെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചിട്ട ശേഷം അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു കൊണ്ടുവരാം. അങ്ങനെ അരച്ചെടുത്തു കൊണ്ടുവന്നതാണ് ഇത്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം. അരച്ചു കൊണ്ടുവന്ന ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വടയുടെ രൂപത്തിലാക്കുമ്പോൾ ഒന്ന് ഷേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടിക്ക് പകരം കടലപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില എന്നിവയിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അല്പം ഒന്ന് കളർഫുൾ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി വെറുതെ ഒന്ന് ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായി കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികം മുങ്ങിപ്പോകാത്ത രീതിയിലായിരിക്കണം ഒഴിക്കേണ്ടത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മാവിൽ നിന്ന് അല്പം എടുത്ത് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഞാനൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ പരത്തിയ ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. അതുപോലെ തന്നെ വട എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കേണ്ടത്. ഇല്ലെങ്കിൽ പുറം ഭാഗം കരിയുകയും അകത്ത് വേകുകയുമില്ല. റെഡിയായി വന്ന വടകളെ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല സ്വാദേറിയ ചക്കക്കുരു വട തയ്യാറായി കഴിഞ്ഞു. ചൂട് ചായക്കൊപ്പമോ കട്ടൻ്റെ കൂടെയോ ഒക്കെ കിടിലൻ കോമ്പിനേഷനാണിത്. ചൂടോടുകൂടി കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ് ഇതിന്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടാണ് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് കൂടിയാണ് ഇത്. ചക്കക്കുരു ഒരുപാട് കിട്ടുന്ന ടൈം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.